പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഇലിയ ഡ്രാഗനോവ് ടൊമാസോ ചാമ്പ്യക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്യുകയുണ്ടായി. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഓപ്പൺ ചലഞ്ച് ആയിരുന്നു. ഇലിയ ഡ്രാഗനോവ് കർമേലോ ഹെയ്സ് എന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഗംഭീരമായിട്ടുള്ള ഒരു മാച്ചാണ്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാർമേലോ ഹെയ്സ് വലിയൊരു മൊമെൻറ്റം സൃഷ്ടിച്ച് വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചു വരുന്ന ഒരു സമയത്താണ് ടൊമാസോ ചാമ്പ്യയുടെ ഒരു ഇടപെടൽ അത് കാർമേലോ ഹെയ്സിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുന്നത്. ഇലിയ ഡ്രാഗനോവിന് അതൊരു സഹായകമായി എന്ന് പറഞ്ഞാലും ഇലിയ ഡ്രാഗനോവ് അത് പിന്നീട് സ്ക്രീനിൽ കണ്ടപ്പോൾ അതിൽ വലിയ ക്ഷുഭിതനായി പിന്നീട് ബാക്ക് സ്റ്റേജിൽ പോയി നിക് ഓൾഡിസിനോട് ടൊമാസോ ചാമ്പ്യക്കെതിരെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ചാമ്പ്യൻഷിപ്പ് മത്സരം വേണമെന്നുള്ളത് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് ടൊമാസോ ചാമ്പ്യക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സിംഗിൾസ് മത്സരം കൺഫേം ചെയ്യുന്നത് അലക്സിയ ബ്ലിസും ലാഷ് ലെജൻഡ് എന്ന് പറയുന്ന പുതുമുഖ റെസ്ലറും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അലക്സിയ ബ്ലിസും ഖൈറി സെയിൻ എന്ന് പറയുന്ന നിലവിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാൾ അവരുടെ ഒരു സിംഗിൾസ് മത്സരം കാണാൻ സാധിച്ചു. മത്സരത്തിൽ അലക്സിയ ബ്ലിസാണ് വിജയിച്ചത്. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നയ ജാക്സും ലാഷ് ലെജൻഡും അലക്സിയ ബ്ലിസിനെയും ഷാർലറ്റ് ഫ്ലെയറെയും വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം ആസ്ക, ഖൈറി സെയിൻ തുടങ്ങിയവരെയും നയ ജാക്സും ലാഷ് ലെജൻഡും ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ വുമൻസ് ഡിവിഷൻ നല്ലൊരു സ്റ്റോറിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വുമൻസ് ഡിവിഷനിൽ ഇപ്പോൾ റോയിലായാലും സ്മാക്ഡൗണിലായാലും കിട്ടാവുന്ന മാക്സിമം ടീമിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വമ്പൻ മാച്ചിനാണ് അവർ നിലവിൽ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന് പ്രകാരമുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ സ്മാക്ഡൗണിൻ്റെ തുടക്കത്തിലെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു മത്സരം ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരമാണ്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ റിയ റിപ്ലിയും ഡെമിൻ പ്രീസ്റ്റും ടീം ആയിക്കൊണ്ട് സെലീന വെഗ, അലിസ്റ്റർ ബ്ലാക്ക് തുടങ്ങിയവർക്കെതിരെ ഒരു മിക്സ്ഡ് ടാഗ് ടീം മത്സരം കളിക്കുന്നതും ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡിസംബർ 14 നടക്കാൻ പോകുന്ന ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് ദ ലാസ്റ്റ് ടൈം ഈസ് നൗ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ മത്സരം കാണാൻ സാധിച്ചു. മെയിൻ ഇവൻറ്റിൽ ആ ഒരു ഫൈനൽ മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിഗംഭീരമായിട്ടുള്ള പ്രകടനത്തോടെ സബ്മിഷൻ വിക്ടറി എൽഎനെതിരെ നേടിയെടുക്കുന്ന ഗിന്തറിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗിന്തറിൻ്റെ വിജയം ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ചിലേക്കുള്ള ഒരു യോഗ്യത ഗുന്തറിന് നേടിക്കൊടുക്കുന്നു. അങ്ങനെ ഈ മത്സരം ഒഫീഷ്യലി സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് കൺഫേം ചെയ്യുകയുണ്ടായി. ജോൺസണയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹാർഡ് ഹിറ്റിംഗ് മത്സരമായിരിക്കും ഡിസംബർ 14 നടക്കാൻ പോകുന്ന റിട്ടയർമെൻറ്റ് മാച്ച്. ഗിന്തറിൻ്റെ കരിയറിലെ ഗിന്തറിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ എതിരാളികളിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു മൊമെൻറ്റുമാണ് ഡിസംബർ 14 റിട്ടയർമെൻറ്റ് മാച്ച്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റും ഗംഭീരമായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും ഈ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് അപ്ഡേറ്റ്സൊക്കെ ഇനി വരുന്ന വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഈ മത്സരം മാത്രമല്ല ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ രണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഞെട്ടിച്ച അനൗൺസ്മെന്റ് കൂടി WWE പങ്കുവച്ചിട്ടുണ്ട്. മെയിൻ റോസ്റ്റർ താരമായ വെറ്ററൻ റെസ്ലറായ ബെയ്ലിയും NXTയുടെ മുൻ വുമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യനും വുമൻസ് സ്പീഡ് ചാമ്പ്യനും ഒക്കെ ആയിരുന്ന സോൾ റൂക്ക എന്ന് പറയുന്ന NXTയിൽ നിലവിൽ വുമൻസ് ഡിവിഷനിൽ കത്തി നിൽക്കുന്ന റെസ്ലർ അവർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്യുകയുണ്ടായി. അപ്പോൾ ജോൺസന് NXTയിൽ നിന്നുള്ള റെസ്ലേഴ്സ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞതിന് അനുസരിച്ചാണ് ഈ ഒരു മത്സരം വെച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല നാളെ നടക്കാൻ പോകുന്ന അതായത് ഡിസംബർ 7 നടക്കാൻ പോകുന്ന NXTയുടെ പ്രീമിയം ലൈവ് ഇവൻ്റായ ഡെഡ് ലൈൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വിജയിച്ചു വരുന്ന NXT ചാമ്പ്യൻ അതായത് റിക്കി സൈൻസും അതുപോലെ തന്നെ ഒബാഫെമിയും തമ്മിലുള്ള മത്സരമാണ് ഡിസംബർ 7 ഡെഡ് ലൈനിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ ആരാണോ വിജയിക്കുന്നത് ആ വിജയിക്കുന്ന റെസ്ലർ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനെ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നേരിടും എന്നുള്ളതാണ് നിക് ഓൾഡിസും കോഡി റോഡ്സും സ്ഥിരീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 3 കിടിലൻ മത്സരങ്ങളാണ് ജോൺസണയുടെ അവസാന മത്സരം റിട്ടയർമെൻറ്റ് മാച്ച് നടക്കുന്ന ഡിസംബർ 14 നമുക്ക് സോണി ചാനലുകളിലൂടെ ലൈവായി കാണാൻ സാധിക്കുന്ന
ആ ഒരു ഇവൻറ്റിലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു ചെറിയ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വൈറ്റ് സിക്സും MFT എന്ന് പറയുന്ന ടീമും തമ്മിലുള്ള വലിയൊരു ബ്രൗള് നമുക്ക് കാണാൻ സാധിച്ചു. വൈറ്റ് സിക്സും MFT തമ്മിലുള്ള ബ്രൗള് വൈറ്റ് സിക്സിനാണ് ആധിപത്യം നേടിക്കൊടുക്കുന്നത്. വൈറ്റ് സിക്സിൻ്റെ ലീഡർ ബോ ഡയലസിനെതിരെ MFTയുടെ ലീഡറായ സോളസിക്കോവ ഈ ഒരു ഫ്യൂഡ് അത് പേഴ്സണലായി കൊണ്ടുപോകുന്ന ഒരു പ്രൊമോ നമുക്ക് കാണാൻ സാധിച്ചു. ബ്രേ വൈറ്റിൻ്റെ പേരൊക്കെ ഈ ഒരു ഫ്യൂഡിൻ്റെ ഇടയിലേക്ക് സോളസിക്കോവ മനഃപൂർവ്വം വലിച്ചിഴക്കുന്നതും വൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് നിനക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് അങ്കിൾ ഹൗഡിക്ക് ഒരു വെല്ലുവിളി പോലെ കൊടുക്കുന്നതുമായിട്ടുള്ള സോളസിക്കോവയുടെ ഭാഗങ്ങളും പിന്നീട് അവിടെ ഒരു വലിയ ഫൈറ്റുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇനി വരുന്ന ആഴ്ചകളിൽ ഈ രണ്ട് ഫാക്ഷൻസ് തമ്മിലുള്ള ഒരു സ്റ്റോറി, നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിക്കാം. ഇതിൽ ചിലപ്പോൾ സാമിസേൻ്റെ ഒരു സഹായം വൈറ്റ് സിക്സിന് ലഭിക്കാനും സാധ്യതകൾ ഏറെയാണ്. അവസാനത്തെ അപ്ഡേറ്റ്, സൂപ്പർ താരമായ റാൻഡി ഓർട്ടൺ എന്തുകൊണ്ട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിലവിൽ റാൻഡി ഓർട്ടനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് റാൻഡി ഓർട്ടൺ ഡിസംബർ 6-ാം തീയതി ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയറൻസ് നടത്തുമെന്നാണ്. കാരണം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ WWE പുറത്തേക്ക് വിട്ട ഒരു ഫീച്ചേർഡ് സൂപ്പർ സ്റ്റാർസ് ലിസ്റ്റിൽ റാൻഡി ഓർട്ടൺ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ റാൻഡി ഓർട്ടനെ നമുക്ക് ഇന്നത്തെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിൽ എവിടെയും കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പേര് പോലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ അവർ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഇനി മിക്കവാറും റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ ജോൺസണയുടെ റിട്ടയർമെൻ്റൊക്കെ മാച്ച് കഴിഞ്ഞിട്ട് വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതായത് ഡിസംബർ മാസത്തിൻ്റെ അവസാന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ ഇനി പ്രതീക്ഷിച്ചാൽ മതി. റാൻഡി ഓർട്ടനെ സംബന്ധിച്ച് നിലവിൽ WWE വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ആ മാസ്ക് ഇട്ട റെസ്ലർ ആരാണെന്ന് ഉള്ളതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ WWE പുറത്തേക്ക് വിട്ടു. അതിൽ വരാൻ സാധ്യതയുള്ള റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് അവർ ആ ഒരു ആർട്ടിക്കിൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതിൽ നമുക്ക് റാൻഡി ഓർട്ടൻ്റെ പേരും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്നത് റാൻഡി ഓർട്ടന് CM പങ്കിനോടുള്ള വൈരാഗ്യമാണ് CM പങ്കിനെ വന്ന് ആക്രമിക്കാനുള്ള കാരണം എന്നാണ്. അതിന് പിറകിൽ റാൻഡി ഓർട്ടനാണെന്നല്ല പറയുന്നത്, റാൻഡി ഓർട്ടൻ വന്നാലുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൻ 2023 വലിയൊരു മാസ് റിട്ടേൺ നടത്തിയപ്പോൾ അന്ന് CM പങ്ക് 10 വർഷങ്ങൾക്ക് ശേഷം കമ്പനിയിലേക്ക് തിരികെ വന്ന് റാൻഡി ഓർട്ടൻ്റെ റിട്ടേണിന് പുല്ലുവില കൊടുത്തു. അപ്പോൾ അതിലുള്ള ഒരു വൈരാഗ്യം കിട്ടിയ അവസരത്തിൽ റാൻഡി ഓർട്ടൻ തീർത്തതാണെന്നാണ് ആ ഒരു ആർട്ടിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് വ്യൂവേഴ്സിൻ്റെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി പങ്കുവെച്ചതാണ്. ആ മാസ്ക് ഇട്ട റെസ്ലർ റാൻഡി ഓർട്ടൻ ഒന്നുമല്ല, റാൻഡി ഓർട്ടൻ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോസൊക്കെ വരാനുള്ള കാരണം ഇത്തരത്തിലൊരു ആർട്ടിക്കിൾ WWE വെബ്സൈറ്റിൽ ഒരു ഫാൻറ്റസി തിയറി പോലെ അവർ പങ്കുവെച്ചതാണ്. എന്തായാലും നിലവിൽ റാൻഡി ഓർട്ടൻ ഡിസംബറിൽ തന്നെ റിട്ടേൺ ചെയ്യുമെന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇന്നത്തെ സ്മാക്ഡൗണിൽ നിന്ന് റാൻഡി ഓർട്ടനെ മാറ്റി നിർത്തിയത് ഇഞ്ചുറിയോ മറ്റ് കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നു. വീഡിയോ സംബന്ധിച്ചും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.